അപ്പോൾ നമ്മളവിടെ കുളിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ്. ഞാൻ ഫോറസ്റ്റ് അടുത്ത് ചോദിച്ചപ്പം പറഞ്ഞ് ഇവിടെ ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുത്തെ കുളി അവസാനിച്ചു. ഇച്ചിരി നല്ല സ്ഥലം കണ്ടതായിരുന്നു, കുളിക്കാൻ പറ്റിയ സ്ഥലം കണ്ടതാണ്. അടിപൊളി സ്ഥലമായിരുന്നു കുളിക്കാറിറങ്ങി. അവിടെ ആന വെള്ളം കുടിക്കാൻ ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പം ഫോറസ്റ്റുകാരുടെ വണ്ടി വന്നു. അപ്പോൾ അവിടുത്തെ ചോദിച്ചു, ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുളിക്കണ്ട, അവിടെ കുളിക്കണ്ടെന്ന് പറഞ്ഞു. കുഴപ്പമാണെങ്കിൽ ഞങ്ങൾ കുളിക്കും. ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യാത്ര നമ്മൾ അച്ചൻകോവിലോട്ടാണ്. അച്ചൻകോവിലെ രണ്ടാമത്തെ എപ്പിസോഡാണിത്. പോകുന്ന വഴിയുള്ള ഈ മനോഹരമായ കാഴ്ചകളും കണ്ട് അങ്ങനെ നമ്മൾ ബൈക്കിൽ യാത്ര ചെയ്ത് അച്ചൻകോവിൽ ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത്. അപ്പോൾ മുന്നിൽ പോണ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന രണ്ട് സുഹൃത്തുക്കളാണ്. ഞങ്ങൾ നേരെ അച്ചൻകോവിൽ ആറ്റിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ ഫോറസ്റ്റ് അങ്ങനെ അനുവദിച്ചില്ല. ആന ഇറങ്ങുന്ന സ്ഥലമാണ്, ആന വെള്ളം കുടിക്കാനൊക്കെ വരുന്ന സ്ഥലമായതുകൊണ്ട് അവിടെ കുളിക്കാൻ ഞങ്ങളെ അനുവദിച്ചില്ല. അങ്ങനെ നേരെ ഞങ്ങൾ അച്ചൻകോവിൽ ക്ഷേത്രത്തിലോട്ടാണ് പോകുന്ന വഴിയുള്ള ഈ സുന്ദരമായ ഈ കാഴ്ചകളും കണ്ട് അങ്ങനെ പോവുകയാണ്. വേനൽക്കാലമായതുകൊണ്ട് നല്ല വരണ്ട് ഉണങ്ങിക്കിടക്കുന്ന ഒരു കാലാവസ്ഥയാണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണേ. റോഡ് നിറയെ ആനപ്പിണ്ടോ. ആനകളൊക്കെ ഉച്ചയ്ക്ക് വെള്ളം കുടിക്കാൻ പോയി കാണും. അപ്പോൾ എല്ലാവരും നമ്മുടെ അച്ചൻകോവിൽ ആവറിൻ്റെ അവസ്ഥ ഉണ്ടല്ലോ, എല്ലാം താകണ്ട, മൊത്തം മണ്ണെല്ലാം മൂടി, വെള്ളമില്ല. ആ ഒരു മൂലയ്ക്ക് കുറച്ച് വെള്ളമുണ്ട്. അവിടെ ഇച്ചിരി ആഴം കൂടിയ സ്ഥലമാണ്. അവിടെ കുറച്ച് വെള്ളം കിടപ്പുണ്ട്, ബാക്കി മൊത്തം വെള്ളമില്ല. പിന്നെ വെള്ളവുമില്ല. വെള്ളം ഉണ്ടെങ്കിലേ മീനെ കാണത്തുള്ളൂ, വെള്ളമൊന്നുമില്ല അവിടെ. ഇപ്പോൾ ഫുള്ളും ഇങ്ങനെയുള്ള യാത്രയായിരിക്കും. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ അച്ചൻകോവിലിനകത്ത് കയറി കഴിയുമ്പോൾ ഈ ഒരു കാലാവസ്ഥയായിരിക്കും, മൊത്തം ഉണങ്ങി ചുക്ക. മഴയുള്ള സമയത്ത് വന്നാൽ നമുക്കൊരു അടിപൊളി കാഴ്ചയൊക്കെ ആയിരിക്കും, നല്ല തണുപ്പൊക്കെ ആയിരിക്കും, അടിപൊളിയായിരിക്കും. പിന്നെ വേനൽക്കാലത്ത് വന്നാൽ വേറൊരു കാര്യമുണ്ട്, മൃഗങ്ങളൊക്കെ ഇറങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. വെള്ളമില്ലാത്തതുകൊണ്ട് ഇതുങ്ങളൊക്കെ വെളിയിലോട്ടൊക്കെ ഇറങ്ങും, വെള്ളമുള്ളിടത്തോട്ടൊക്കെ ഇറങ്ങും. അത്യാവശ്യം അങ്ങ് വരണ്ടൊന്നും ഉണങ്ങിയിട്ടില്ല. അത്യാവശ്യം ചെറിയൊരു പച്ചപ്പൊക്കെ ഉണ്ട്, ചെറിയല്ല നല്ല പച്ചപ്പൊക്കെ ഉണ്ട്. പിന്നെ വെള്ളമില്ല. അയ്യോ നവാസക്ക, വണ്ടിയിലുണ്ടാ? ബ്രേക്ക് പിടിച്ചതാക്കാം, ഭയങ്കര കുഴിയൊക്കെ കണ്ടാ? അത് കുഴപ്പമൊന്നുമില്ലല്ലേ? ഭയങ്കര കുഴി, അങ്ങനെ പിടിച്ചില്ല. ആ കുഴി ചെന്ന് വീഴും നമ്മൾ. അല്ലല്ല, ചാടി ഒടിയും, വണ്ടി ഒടിയും. അതാ ഞാൻ അങ്ങനെ പിടിച്ചത്. ഭയങ്കര കിണർ, ആ റോഡിൻ്റെ നടുക്കൊരു കിണർ. നമ്മളൊരു 40-30 വന്നത്. ആരെയാ വിളിച്ച? ശങ്കരൻ രക്ഷിച്ച്. നല്ലൊരു കുഴിയിലാന്ന് വീണത്, നല്ലൊരു നടു പൊടി. ഞാൻ ഇവിടെ ഒരു വെള്ളച്ചാട്ടം കാണിക്കുന്നു. വെള്ളം ഉണ്ടെങ്കിലല്ലേ ചാടുന്നത്. കുമ്പാരട്ടി വെള്ളച്ചാട്ടം അല്ല, അത് അങ്ങോട്ട് നേരെ. അത് അച്ചൻകോവിൽ കഴിഞ്ഞാണല്ലോ കുമ്പാരട്ടി വെള്ളച്ചാട്ടം.
വേണ്ട അച്ചൻകോവിൽ 6. ബ്രേക്ക് ഉണ്ട് വണ്ടി കേട്ടാ. നിങ്ങളെ കണ്ടില്ല ആ കുഴി ആഴം, ഭയങ്കര ആഴമായിരുന്നു. ഞാനത് അങ്ങനെ ചവിട്ടിയപ്പോൾ ഒരേയൊന്നും ആയിരിച്ചില്ല. ഞാനിന്നാളും ഇങ്ങനെ ആയിരുന്നു കോയമ്പത്തൂർ വെച്ച്. മറ്റേ ബൈക്കിൻ്റെ ബാക്കി ഇരിക്കുക, മറ്റേ പുള്ളിക്കാരെ ഓട്ടിക്കുന്നു. ഒരു ഹമ്പ് വന്നിക്കാ, ഹമ്പ് കാളെ കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. ആ തമിഴ്നാട്ടിലെ ഹമ്പ് അറിയാമല്ലോ, നല്ല ഉയരത്തിലുള്ള ഹമ്പാ. ചാടിയൊക്കെ ഞാൻ പൊങ്ങി ഇയാളെ തോളപ്പം വന്നു, എന്നിട്ട് വന്ന് വണ്ടിയിലെങ്കിൽ ഇരുന്ന്. അത്രയ്ക്ക് ഒരു എന്തോ ഭാഗ്യത്തിനാണ് ഞാൻ രക്ഷപ്പെട്ടത്. ബസ്സിൻ്റെയൊക്കെ അടിയിൽ പോയേനെ. ആ ഇവിടെ പച്ച ആനപ്പിണ്ടോ. ഇന്നലെ കണ്ട വന്ന ആനയാന്ന് തോന്നുന്നു. ആനയെ കണ്ടായിരുന്നെങ്കിൽ ചോദിക്കാമായിരുന്നു നമുക്ക്. ഇവരൊക്കെ അതുകൊണ്ട് എല്ലാവരും ഇറങ്ങി കേട്ടാ. ഒരു പുലിയെങ്കിലും കാണിച്ചു തരണേ. പുലിയാനെ കാണിക്കണ്ട, പുലിയെ കാണിച്ചാൽ മതി. ആനപ്പിണ്ടോ ഉണ്ടോ? ആനയൊന്നുമില്ല. ആ അവത്തങ്ങളൊന്നും ഈ റോഡിലോട്ടൊന്നും പെട്ടെന്നൊന്നും ഇറങ്ങി വരത്തില്ല അല്ലേ? രാത്രിയൊക്കെ അതൊക്കെ ഇറങ്ങി വരും. രാത്രി ഒരു 5 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് പതുക്കെ ഇറങ്ങി വരും, അല്ലാതെ ഒന്നും വരത്തില്ല. പിന്നെ അപൂർവമായിട്ട് വരത്തേ ഉള്ളൂ. ഇവിടെയൊക്കെ കൊള്ളാം അല്ലേ? ഇവിടെയൊക്കെ അടിപൊളി. ആ ഇങ്ങനെ ഓടി വന്നപ്പോഴാ ഇതിൻ്റെ 12 ഇരട്ടിയുള്ള കുഴിയല്ല ഇറങ്ങിയത്. അച്ചൻകോവിൻ്റെ 6ൻ്റെ അവസ്ഥ നോക്കേ. മൺതിടലൊക്കെ ഉണ്ടായി, മൺതിടലുകൾ. അതുപോലെ ഇന്നത്തെ കാഴ്ച എന്ന് പറയുമ്പോൾ നമ്മൾ കാടിൽ കൂടെയുള്ള ഈ യാത്രയാണ്. ഈ യാത്രയെ നമുക്ക് എടുക്കാൻ പറ്റില്ല, വേറെ ഒന്നും ഇവിടെ നിന്ന് എടുക്കാനൊന്നും പറ്റത്തില്ല. ഫുള്ളും ഇതേ കണക്ക് ഈ റോഡിൽ കൂടെ ഇങ്ങനെ പോവുക, ഈ മനോഹരമായ കാഴ്ചകളും കണ്ട് ഇങ്ങനെ പോവുക. നമുക്ക് അങ്ങനെ അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റത്തില്ല, ഫോറസ്റ്റ് ഏരിയ ആണ്. തൊട്ട് പുറകെ ഫോറസ്റ്റുകാരുടെ വണ്ടി വരെ ഉണ്ട്. നമുക്ക് എസ്കോർട്ട് വരുന്ന കണക്കാണ് അവർ വരുന്നത്.
അത്യാവശ്യം ഇങ്ങനെ റോഡിൽ സൈഡിലൊക്കെ ഇങ്ങനെ ഇരിക്കുക, അല്ല വേറൊന്നുമില്ല. ഇത്രയും ദൂരം പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇവിടെ എല്ലാം തേക്കും തടികൾ ഒരുപാട് കൂട്ടിയിട്ടിരിക്കുക. ഇവിടെ കുറച്ച് വീടുകൾ. ഒരുപാട് വീടുകളുണ്ട് ഇവിടെ കേട്ടോ. നമ്മൾ അച്ചൻകോവിൽ അമ്പലം എത്തി. ഇതാണ് അച്ചൻകോവിൽ കേട്ടോ. അച്ചൻകോവിൽ ക്ഷേത്രം എത്തി ഞങ്ങൾ. ഞാൻ ഇത്രയും പെട്ടെന്ന് എത്തിയോ? അപ്പോൾ ഇതാണ് അച്ചൻകോവിൽ ക്ഷേത്രം. നമുക്ക് വണ്ടി അവിടെ ഒതുക്കാം.